അളിയ നീ ആറ്റിങ്ങിൽ പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാണോ? ഞാൻ ആ പരിപാടിയൊക്കെ വിട്ടടേ. അതേതായാലും നന്നായി അളിയാ, നീ കാരണം ഒരു ആറ്റിങ്ങിൽ കലാപമാണ് ഒഴിവായത്. നീ ഒരു മാതിരി കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇതിപ്പോ പറയാൻ പറ്റാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്, പറയാം. നീ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നോടാര് പറഞ്ഞേ? ഈ റെഡ് ബസിന്റെ ഓണർ ആരാന്നാണ് നിന്റെ വിചാരം? എന്റെ അളിയനാടാ. എടാ, ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, നമ്മളൊരു 5000 രൂപയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ശാന്തി സമാനമായിട്ടെങ്കിൽ പോരാ. അല്ല, നിന്നെ പോലായി കഷ്ടം. എടാ, കേരളത്തിന്റെ സംസ്കാരം എന്താണെന്ന് നിനക്ക് അറിയാമോ? പരശുരാമൻ മെഴുകുറിഞ്ഞുണ്ടാക്കിയതാടാ. പിന്നെ സംസ്കാരം. എടാ, മനുഷ്യൻ എന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെ പോളിഗമിയാണ്. നിന്നെ പോലെ മോണോഗമിയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടൂല കേട്ടോ. ഓ, ഈ ഇടയായിട്ട് മൈത്രേയിന്റെ ഇന്റർവ്യൂ കാണുന്ന കുറച്ച് കൂടുന്നുണ്ട്. അളിയ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കിട്ടി സുഖമായിട്ട് ജീവിച്ചോളാം. അവളുമായിട്ടുള്ള ഓരോ നിമിഷവും എനിക്ക് ഹരം പകരുന്നു അളിയ. അവളെന്റെ എനർജിയാണ്, അവളുടെ ഊർജ്ജമാണ്, അവളുടെ ആ നോട്ടം, അവളുടെ നടത്തം, ആ നടന്നുകൊണ്ടുള്ള ഇരുത്തം. നീ എന്തോ പറഞ്ഞു വരുന്നേ? ഈ 5000 എന്നുള്ളത് ഒരു 1500 ആക്കാൻ പറ്റുമോ പ്ലീസ്? പറ്റില്ലേ? അപ്പൊ നിന്റെ ആത്മാർത്ഥ പ്രണയം അതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ കുട്ടാ? നീ ആദ്യം എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കടാ. നിനക്ക് ആത്മാർത്ഥ പ്രണയം വേണോ ബാംഗ്ലൂർ വേണോ? ഞാൻ ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാൻ പോണ്. ബാംഗ്ലൂർ മതിയില്ലയാ. ഉറപ്പിച്ചോ? വഴിയിട്ടിട്ട് പോകത്തില്ല. വാ. കാശില്ലെങ്കിൽ അമ്മയുടെ കെട്ടുതാലിക്കെങ്കിലും പണയം വെച്ചിട്ട് വരണേ. അമ്മയ്ക്ക് കെട്ടുതാലില്ലടേ, അച്ഛൻ പാർട്ടി ഓഫീസിൽ വെച്ചാ കിട്ടിയത്. ഈ കിലോ സിന്താ. ബാ ബാ ബാ, പെട്ടെന്ന് വാ.